ഏകനായി തീർന്നിടും നേരത്തിൽ, ശോധന ഏറിടും വേളയിൽ, ഇല്ലതെല്ലും നിരാശകൾ എൻ പ്രിയൻ കൂടുള്ളതാൽ. കാണുന്നു ഞാൻ വൻ സൈന്യത്തെ, ശോഭനാപൂർണരാം സംഘത്തെ, വിശുദ്ധന്മാരുടെ കൂട്ടത്തെ നിത്യസന്തോഷത്തിൽ. ആകുല ചിന്തകൾ വേണ്ടിനീം, ആശ്വാസകാലം അതുണ്ടല്ലോ. ആത്മാവിനാൽ നടന്നിടാം ക്രിസ്തു വിശ്വാസിയേ. കൂടണ്ട പ്രിയനൻ ചാരവേ, ചാരും ജ്ഞാനമാർവതിൽ. കേൾക്കുന്നു നാഥനിൻ സ്വരം, മുന്നോട്ടു പോയിടാം. കൂടുണ്ടു പ്രിയനൻ ചാരവേ, ചാരും ജ്ഞാനമാർവതിൽ. കേൾക്കുന്നു നാഥനിൻ സ്വരം, മുൻപോട്ട് പോയിടാം. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പൻ്റെ പാതാന്തിയെ കടന്നു വരുവാൻ തക്കണം സഹായിച്ചല്ലോ. സൗഖ്യത്തോടും സമാധാനത്തോടും എഴുന്നേൽപ്പിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പൻ്റെ പക്കല ദാനമായി തന്ന് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ ഏൽപ്പിക്കട്ടെ. ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളുമായി കടന്നു വരുന്നു. ഞങ്ങളുടെ രോഗങ്ങളും വേദനകളും അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അങ്ങയുടെ പാദപീഠത്തിലോട്ട് കൊണ്ടുതരിക. ഞങ്ങളുള്ളതുപോലെ കാണുന്ന ദൈവം, അറിയുന്ന ദൈവം അവിടുന്നാകിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ടത് നിശ്ചയമാ. ഞങ്ങളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന കർത്താവേ, ഈ നല്ല സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, കൊച്ചു തലമുറകൾ, ഞങ്ങളുടെ ഉപജീവനമാർഗം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളായിരിക്കുന്ന ദേശം എല്ലാം എൻ്റെ പൊന്നപ്പച്ചൻ്റെ പൊന്നുപാദപീഠത്തിലോട്ട് സമർപ്പിക്കുകയാണ്. സ്വർഗത്തിലെ അപ്പച്ചൻ ഞങ്ങളെ നിയന്ത്രിച്ച് നടത്തണം. അത്ഭുതവും ജയകരമായി നടത്തണം. അങ്ങയുടെ സ്നേഹവും കരുണയും ഞങ്ങളുടെ മേൽ പകരുമാറാകണം. ഞങ്ങൾക്ക് അങ്ങല്ലാതെ മറ്റാരുമില്ല കർത്താവേ. ആ കൂട്ടും ആ സ്നേഹവും ആ സാന്നിധ്യവും ഞങ്ങൾക്ക് മതി. ആ വഴികളിൽ ഞങ്ങളെ നടത്തണം. അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണം. പ്രാർത്ഥിച്ച് ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും അങ്ങയുടെ പാദപീഠത്തിൽ കണ്ടു തരികയപ്പാ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വേണം. വരാമായിരിക്കുന്ന ഈ ആപത്തിൽ നിന്ന്, അനർത്ഥത്തിൽ ഞങ്ങളെ വിടുവിക്കണം. രോഗദുഃഖാദികളും പകർച്ചബാധകളും കടന്നു വരാതെ ഞങ്ങളെ സൂക്ഷിക്കണം. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സൗഖ്യത്തോടെ കാത്തോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പരിപാലിക്കണമേ. അവരുടെ വിദ്യാഭ്യാസത്തെ മാനിച്ചു കൊള്ളണമേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന എല്ലാ മക്കളുടെ മേലും അപ്പൻ്റെ ജ്ഞാനത്താൽ അവർ നിറച്ച് ഓർമ്മ കൊടുത്ത് ബുദ്ധി കൊടുത്ത് ഉത്തരവാദിത്വത്തിൽ പഠിച്ച് നല്ല മാർക്കോടെ പാസ്സാകുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണം. ഡിഗ്രിക്ക് പഠിക്കുന്നവർ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കൾ, OIT IELTS പഠിക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, അപ്പോൾ പ്രൊമറ്റി പരീക്ഷയും ഹാർഡിൻ്റെ പരീക്ഷയ്ക്കുമായിട്ട് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുന്ന മക്കൾ, എൻ്റെ കർത്താവരെ സഹായിക്കണം, അനുഗ്രഹിക്കണം, ജയം നൽകി മാനിക്കുമാറാകണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെങ്ങും ലജ്ജിച്ചു പോകാൻ അനുവദിക്കല്ലെന്ന് നടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നീ വഴിവാതിൽ തുറന്നു കൊടുത്ത് മാനിക്കുന്ന ദൈവമാ, അത്ഭുതങ്ങളുടെ ദൈവമാ, വിശ്വസ്തതയും ദയയുമുള്ള ദൈവമാകിയാൽ ഞങ്ങളങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു കർത്താവേ. അങ്ങയുടെ മുൻപാകെ കടന്നു വരുന്ന ഒരു മക്കളിൽ ലജ്ജിച്ചു പോകാൻ ഒരു നാളും നീ സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. ഈ എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു സകല കഷ്ടത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചെന്ന് പറയുവാൻ തക്കണം. സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, സമയം വിവാഹപ്രായമായ മക്കളെ ഏൽപ്പിക്കട്ടെ. തക്ക തുണയൊരുക്കണം. അവരുടെ വിവാഹം നടക്കണം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് അനുഗ്രഹിക്കണം. ഗർഭിണികളായിരിക്കുന്ന മക്കളെ കാത്തുകൊള്ളണം. ജോലിയില്ലാത്ത ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉപജീവനമാർഗത്തിൻ്റെ വഴിവാതിൽ തുറന്നു കൊടുക്കണം. അത്ഭുതം ചെയ്യുന്ന ദൈവം അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ മുട്ടിവിളിക്കുമ്പോൾ ഞങ്ങളുടെ യാചനയുടെ സ്വരം കേൾക്കണമേ കർത്താവേ. ഹല്ലേലൂയ. നന്ദി പിതാവേ. ജോലി ചെയ്യുന്ന മക്കളെ ആരോഗ്യത്തിലും സമാധാനത്തിലും സൂക്ഷിക്കണം. നല്ല പ്രതിഫലം കൊടുത്ത് മാനിക്കുമാറാകണം. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. സന്തോഷമുള്ള ജീവിതം നയിപ്പാൻ ഇടയാക്കുമാറാകണം. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ ഇതുവരെയും സമാധാനം അനുഭവിക്കാത്ത മക്കളുണ്ട് കർത്താവേ. മദ്യപാനികളായ ഭർത്താക്കന്മാരുണ്ട് കർത്താവേ. ഒരു സ്വസ്ഥതയും കൊടുക്കാത്ത ജീവിതങ്ങളുണ്ട് കർത്താവേ. എൻ്റെ സ്വർഗത്തിലെ ദൈവം അവരോട് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനമായി ഭക്ഷിച്ച് ബലപ്പെട്ട് ആമേൻ ഉറങ്ങി ഉണർന്ന് എൻ്റെ ദൈവത്തിന് പ്രസാദമുള്ള
ജീവിതം നയിപ്പാൻ എൻ്റെ കർത്താവ് കുടുംബങ്ങളെ സഹായിച്ചാൽ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാനികളെ രൂപാന്തരപ്പെടുത്തണേ അപ്പാ, മാനസാന്തരപ്പെട്ടിട്ട് കർത്താവിനെ അറിഞ്ഞ് ജീവിക്കട്ടെ അപ്പാ. ആ സന്തോഷത്തിലേക്ക് ഇവർ കടന്നു വരട്ടുന്നു. അതിന് അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗമെല്ലാം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗ്ഗം ഒന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ആരുടെയും മുമ്പിൽ തലകുനിക്കുവാൻ അനുവദിക്കല്ലേ. വേണ്ടുന്നത് ഓരോ മക്കൾക്കും കൊടുത്ത് പോറ്റി പുലർത്തണം. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണം. കഷ്ടനഷ്ടം കൂടാതെ കാത്തുകൊള്ളുമാറാകണം. തമ്പുരാൻ്റെ കരുണയുടെ കരം ചേർത്ത് പിടിക്കണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം കർത്താവേ. ഈ സമയം കർത്താവേ, ഹല്ലേലൂയ അനുഗ്രഹിച്ചേൽപ്പിക്കുന്നു തമ്പുരാനെ. എൻ്റെ ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, അനാഥരെയും വിധവകളെയും ഏൽപ്പിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കൾ, യുവാക്കന്മാർ, പൈതങ്ങളെ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവ് സംരക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടഭാരത്തിന് നടുവിൽ വലയുന്ന ജീവിതങ്ങളെ ഏൽപ്പിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായി എൻ്റെ അപ്പച്ചൻ തീർത്തു കൊടുക്കണം. എൻ്റെ ദൈവമായ കർത്താവേ, ഭവനമില്ലാത്ത മക്കൾക്ക് ഭവനം നൽകണമേ. പണിതുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാൻ ഇടയാക്കണമേ. അടിസ്ഥാനപ്പെട്ട ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കണമേ. ആമേൻ. വാസയോഗ്യമായ ഭവനങ്ങൾ പണിത് എല്ലാ മക്കൾക്കും പാർക്കുവാൻ തക്കണം ഇടയാക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കട്ടെ. കർത്താവെ, കഷ്ടങ്ങളിൽ കൂടി, ഭാരങ്ങളിൽ കൂടി, രോഗങ്ങളിൽ കൂടി, വേദനകളിൽ കൂടി, പ്രശ്നങ്ങളുടെ നടുവിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. എൻ്റെ അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. അങ്ങുള്ളതുപോലെ കാണുന്നവനാ, അറിയുന്നവനാ. തൻ്റെ മക്കളുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ. അവരുടെ ഹൃദയവേദനയ്ക്ക് ആശ്വാസം കൊടുക്കണമേ. അവരുടെ ആവശ്യം ആഗ്രഹം പറഞ്ഞ് സ്വർഗ്ഗം ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഹല്ലേലൂയ. സമയം രോഗികളായി ഭാരപ്പെടുന്നു. ആശുപത്രിയിലും മുറികളിലും ഭവനങ്ങളിലും അയ്യം വിളിക്കുന്നവരുണ്ട്. ICUയിലും CCയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, ഓപ്പറേഷന് വിധേയപ്പെട്ടവർ, ആമേൻ കർത്താവേ, ഡെലിവറി റൂമിലായിരിക്കുന്നവർ, എൻ്റെ ദൈവമായ കർത്താവേ, അപ്പൻ്റെ പൊന്നുകരങ്ങളിലോട്ട് ഈ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിന് ലിവറിനും കുഴപ്പമുള്ളവർ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ളവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, തൈറോയ്ഡ് ഉള്ളവർ, ആസ്മയുള്ളവർ, അലർജിയുള്ളവർ, ദുഃഖ സംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ദൈവമേ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവർ, ഫിക്സ് രോഗത്താൽ ഭാരപ്പെടുന്നവർ, കർത്താവേ, ഹല്ലേലൂയ കർത്താവ്, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരപ്പെടുന്നവർ, പല്ലിൻ്റെ വേദനയാൽ ഭാരപ്പെടുന്നവർ, കർത്താവേ, എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്താട്ട് കർത്താവേ, നിൻ്റെ സൗഖ്യത്തിൻ്റെ കരം ഓരോ മക്കളുടെ മേലും നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികളെ എല്ലാം ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ കരങ്ങളിലോട്ട് ഏൽപ്പിക്കുകയാണ്. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലപ്പാ. അത്ഭുതം ചെയ്യണം. പൂർണ്ണ വിടുതൽ കൊടുക്കണം. കർത്താവിന് മഹത്വം വരെ സാക്ഷ്യം പറയണം. അതിനായിട്ട് ഓരോ മക്കളെയും ഒരുക്കുമാറാകണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ ഹല്ലേലൂയ ആവശ്യം പറഞ്ഞ് ഞങ്ങളെ സഹായിക്കും. തക്ക സമയത്ത് ബലമുള്ള കരങ്ങളിൽ ഞങ്ങളൊന്ന് താണിരുന്നു കൊണ്ട് പൂർണ്ണമായ വിടുതലും ആശ്വാസം പ്രാപിക്കുന്ന മക്കളായി കാണപ്പെടുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട് കർത്താവേ. എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു കുഞ്ഞുങ്ങളും ഒരു നാളും ഒന്നിനും ഭാരപ്പെടുവാൻ അനുവദിക്കുന്ന ദൈവമല്ലല്ലോ. സ്തോത്രം. അങ്ങയുടെ സന്നിധിയിൽ ധനമുണ്ട്, മാനമുണ്ട്, പുരാതന സമ്പത്തുണ്ട്. നീ വാരി വിതറി ദാനം ചെയ്യാൻ മനസ്സറിവും കാരുണ്യമുള്ള ദൈവമാകിയാൽ അപ്പൻ്റെ പാദപീഠത്തിലിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും കരുണയോടെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവേ, സുവിശേഷ വേലകളെയും വേലക്കാരെ അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ദേശത്തെ, രാജ്യത്തെ സൂക്ഷിക്കണമേ കർത്താവേ. യുദ്ധങ്ങളിൽ നിന്നും ക്ഷാമങ്ങളിൽ നിന്നും വിടുവിക്കണേ ദൈവമേ. യുദ്ധത്തിനൊക്കെ അറുതി വരുത്തണമേ ദൈവമേ. മാനവജനതയോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും തന്ന ഓരോ നിമിഷം ഞങ്ങളെ നടത്തണം. യാത്ര പോകുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ചവരുടെ യാത്രയിൽ കൂടെ ഇരിക്കണം. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണം. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണം. പുതിയ നന്മകളും അനുഗ്രഹങ്ങളും ഓരോരുത്തർക്കും കൊടുത്ത് കർത്താവ് ഓരോരുത്തരെയും പോറ്റി പുലർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം തിരുനാമ മഹത്വപ്പെടാൻ സഹായിക്കണം. പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.